ഹലോ ഫ്രണ്ട്സ്, ഇത് നേരത്തെ പറഞ്ഞ കഥയുടെ രണ്ടാം ഭാഗമാണ് കേട്ടോ. കഥയുടെ ഒന്നാം ഭാഗത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബാലു എന്ന പ്രാരാബ്ധക്കാരനായ ഒരാൾക്ക് ഒരു ജോലി കൊടുക്കുന്നു. അങ്ങനെ ആ വീട്ടിൽ അരങ്ങേറുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നും ഞാൻ മുഷിപ്പിക്കുന്നില്ല, ഞാൻ കഥയിലേക്ക് പോവാണ് കേട്ടോ. ആ ഒരു രാത്രിയിൽ മാഡവും ഞാനും ആ ഒരു ബെഡ്റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു മാഡം എൻ്റെ അടുത്ത് ചോദിച്ചത്, ഇങ്ങനെ കുറേ സമയം ഉറക്കമൊഴിക്കുന്നതിന് നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, മാഡം അതൊരു പ്രശ്നമൊന്നുമല്ല. പിന്നെ ഇന്ന് പകലൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല, നല്ല പണിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടുണ്ട് മാഡം. അത് ഞാൻ മാഡത്തിനോട് പറയുന്ന സമയത്ത് മാഡം എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, കുറച്ച് സമയം എൻ്റെ കൂടെ ഇവിടെ ഇരുന്നാൽ മതി, പിന്നെ നീ പോയി കിടന്നുറങ്ങിക്കോ, അതല്ലേ നല്ലത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കണം, അതിനൊരാളെ വേണം, അത്ര മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. പിന്നെ നീ വേറെ ഒന്നും വിചാരിക്കണ്ട. അത് മാഡം എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഞാൻ അനുസരണയുള്ളൊരു കുട്ടിയെ പോലെ അത് കേട്ടു. ആ ഒരു നിമിഷം ഞാനിങ്ങനെ പതുങ്ങിയിരിക്കുന്ന സമയത്ത് മാഡം തുടർന്ന് പറഞ്ഞു, ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് നീ വേറൊന്നും വിചാരിക്കൊന്നും വേണ്ട. എനിക്ക് കുറച്ചു നേരം സംസാരിക്കാൻ ഒരാൾ വേണം, അത്രമാത്രം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അത് മാഡം പറയുന്ന സമയത്ത് ഞാൻ തന്നെ ആലോചിച്ചു, എന്താണ് മാഡത്തിന് കൂടുതൽ പറയാനുള്ളത് എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ഞാൻ തുറന്നു ചോദിക്കുകയും ചെയ്തു. ആ നിമിഷം മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും. അതാണ് കുറച്ചു നേരം നിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. മാഡം അത് പറഞ്ഞപ്പോൾ ഞാനെല്ലാം കേട്ടിരുന്നു. പെട്ടെന്ന് മാഡം എന്നോടായി ചോദിച്ചു, നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഞാൻ പറഞ്ഞു, വേണ്ട മാഡം, അങ്ങനെ അങ്ങനെ കുടിക്കലും കാര്യങ്ങളും ഒന്നും ചെയ്യില്ല. ഞാനത് പറയുമ്പോൾ മാഡം എന്നെ ഒന്ന് നിർബന്ധിച്ചു, ഇന്നത്തെ ഒരു രാത്രിയല്ലേ, എന്തെങ്കിലും ഒന്ന് കുടിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഉറക്കമൊഴിഞ്ഞിരിക്കാനൊക്കെ ബെസ്റ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ കുടിച്ചിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയല്ലേടോ എന്ന് ഒരു നിമിഷം മാഡം എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാനത് ഒരു മൂളൽ പോലെ കേട്ടു. ആ നിമിഷം മാഡം ഒരു കുപ്പിയിൽ പെപ്സിയോ കൊക്കക്കോളയോ എന്ത് പോലെയുള്ള സാധനം എടുത്തു. ശേഷം അത് 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അതിനുശേഷം കുറേയധികം ഒരു സ്നാക്സ് പോലൊരു സംഭവം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതൊരു ചിപ്സ് പോലെ എന്തോ സംഭവമായിരുന്നു. അതും കൂടെ ഒരു പാത്രത്തിനകത്ത് എടുത്തു വെച്ചു. ശേഷം ടേബിളിലേക്ക് കൊണ്ടുവച്ചു. ഞാനും മാഡം ആ സമയം ആ ഒരു സോഫയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഞങ്ങളുടെ മുന്നിൽ ആ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്, കൂടെ ഈ ഒരു ചിപ്സും പിന്നെ കോളയും എല്ലാം. അങ്ങനെ ഞങ്ങൾ അതും കുടിച്ച് അങ്ങനെ കഴിച്ചിരുന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴും മാഡം എന്താണ് സംസാരിക്കാനുള്ളത് എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ആ ടൈമിൽ മാഡത്തിനോട് ചോദിച്ചു, എന്താ മാഡം എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? പെട്ടെന്ന് മാഡം എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് ചെസ്സ് കളിക്കാൻ അറിയോ? പെട്ടെന്ന് അത് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കളിക്കാൻ അറിയാം, ഞാൻ പണ്ട് ചെസ്സിൽ അങ്ങനെ ക്ലബിലൊക്കെ കളിച്ചിട്ടുണ്ട്. ഓ, ക്ലബിലോ? നീ ക്ലബിലൊക്കെ പോയി കളിക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇന്നപോലെ ആ ഒരു ക്ലബ്ബല്ല മാഡം ഉദ്ദേശിച്ചത്, ഇത് നാട്ടിൻപുറത്ത് തന്നെ ചെറിയ ചെറിയ ക്ലബ്ബുകളുണ്ട്, അവിടെ ഇന്നപോലെ എന്തെങ്കിലും പരിപാടികളൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ പോയി ഞങ്ങൾ കളിക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഓ, ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചു നീ ഇപ്പം ഇത്രയും എക്സ്പെൻസീവായിട്ടുള്ള ക്ലബ്സിലും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാൻ മേ ബി ചിലപ്പോൾ നിൻ്റെ ഫ്രണ്ട്സൊക്കെ റിച്ച് ആയിരിക്കും, അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ച് പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, അതൊന്നുമല്ല മാഡം, ഞാൻ ഉദ്ദേശിച്ചത് തന്നെ കാര്യം. പെട്ടെന്ന് അത് കേട്ടതും മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, ഏതായാലും ഞാൻ ചെസ് ബോർഡ് എടുത്ത് കഴിഞ്ഞാൽ നീ കളിക്കുമോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ശ്രമിക്കാം മാഡം, എനിക്കങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ചെറിയ ചെറിയ രീതിയിൽ ചെസ് കളിക്കുന്ന ഒരാളാണ്, വലിയൊരു പ്ലെയറൊന്നുമല്ല എന്ന് പറഞ്ഞു. ഇവിടെ വലിയ പ്ലെയറിനൊന്നും ആവശ്യമില്ല, ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളെയാണ് നമുക്ക് ആവശ്യം എന്ന് മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയം മാഡം പറയുന്നത് കേട്ട് എന്നാൽ പിന്നെ ചെസ്സ് കളിക്കാം എന്നൊരു വിചാരത്തിൽ ഞാൻ തന്നെ ചെസ്സ് കളിക്കാൻ പറഞ്ഞു. ചെസ് ബോർഡ് എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് മാഡം പറഞ്ഞു, നിനക്ക് ഏത് കരുവാണ് വേണ്ടത്, ഇതിൽ ഏത് വേണമെങ്കിലും നിനക്കെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വൈറ്റ് മതി എന്ന് പറഞ്ഞു. പെട്ടെന്ന് മാഡം എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട്, നീ വൈറ്റ് മാത്രമേ എടുക്കത്തുള്ളല്ലേ എന്ന് പെട്ടെന്ന് എന്നോട് ചോദിച്ചു. ആ മാഡം, എനിക്ക് വൈറ്റ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് എന്ന് ഞാൻ തിരിച്ച് മറുപടി പറയുമ്പോൾ മാഡം എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് പറഞ്ഞു, ഐ ലൈക്ക് ഡാർക്ക് എന്ന് പറയുന്ന സമയത്ത് ഞാനും മാഡത്തിനെ നോക്കി. ശേഷം ഞങ്ങൾ രണ്ടുപേരും ചെസ്സിൻ്റെ ആ ഒരു കളികൾ തുടർന്നു. ആദ്യത്തെ കളിയിൽ തന്നെ എനിക്ക് മനസ്സിലായി മാഡം
അലമ്പ് കാണിച്ച് ഇങ്ങനെ കളിക്കുകയാണോ അതോ മാഡം ഒരു പൊട്ടിയാണോ എന്ന്. കാരണം മാഡം കളിക്കുന്നത് ഒട്ടും ശരിയല്ല. എന്തൊക്കെയോ ചുമ്മാ ഒരു സമയം പോക്കിന് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ചെസ്സ് കളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ കരുവെടുത്ത് ആ ഒരു മാഡത്തിനെ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്ത സമയത്ത് തന്നെ മാഡം എന്നെ നോക്കി. താൻ ഭയങ്കര ബുദ്ധിമാനാണല്ലോ എന്നിട്ട് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ചുമ്മാ കാണിച്ചതാണ് എന്ന് പറഞ്ഞ് ഞാനങ്ങനെ തിരിച്ചു വെച്ചു. നീ എന്തിനാ തിരിച്ചു വെച്ചത്? പെട്ടെന്ന് മാഡം അത് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, മാഡം തോക്കുന്നത് എനിക്കങ്ങനെ ഇഷ്ടമുള്ള കാര്യമല്ല. എന്ത് കാര്യമാണെങ്കിലും മാഡം ജയിക്കണം എന്നത് തന്നെയാണ് എൻ്റെ മനസ്സിൽ എന്ന് ഞാൻ പറയുമ്പോൾ മാഡം പറഞ്ഞു, അത്ര വലിയ ബഹുമാനവും അതും അനുമതികളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. പിന്നെ കളിയാണെങ്കിൽ അതിൽ നീയാണെങ്കിലും ഞാനാണെങ്കിലും ആര് ജയിച്ചാലും ഒരുപോലെ തന്നെയാണ്. അങ്ങനെ തന്നെ ഞാൻ കരുതിയിട്ടുള്ളൂ എന്ന് മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു. ഇന്ന് ഏതായാലും നീ തന്നെ വിൻ ചെയ്തു, അപ്പം നിനക്ക് ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് തരണ്ടേ എന്ന് മാഡം എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഗിഫ്റ്റൊന്നും എനിക്ക് വേണ്ട മാഡം എന്ന് പറയുമ്പം മാഡം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് പറ്റില്ല, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ തരും, അത് നീ വാങ്ങിക്കണം എന്ന് മാഡം ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ആ നിമിഷം ഒരു പുഞ്ചിരിയോടെ ഇരിക്കുന്ന സമയത്ത് മാഡം പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് അലമാരി തുറന്നു. അലമാരി തുറന്നിട്ട് എന്തോ കാര്യമായിട്ട് തിരയുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ക്യാഷ് വല്ലതായിരിക്കും. നേരത്തെ തന്നെ 500 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇപ്പം ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടുമല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ തന്നെ മാഡം അവിടെ എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും കാര്യമായിട്ടായിരിക്കണേ എന്നൊക്കെ ഞാനിങ്ങനെ അറിയാതെ പ്രാർത്ഥിച്ചു പോയി. എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു രസമാണല്ലോ. മാഡം പെട്ടെന്ന് ആലമരയിൽ നിന്ന് ഒരു ചെറിയ പൂവ് പോലെ എന്തെടുത്തു. അതൊരു പ്ലാസ്റ്റിക് പോലെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ആ ഒരു പൂവ് എടുത്തുകൊണ്ട് മാഡം അവിടേക്ക് കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നു. ഇന്ന് നിനക്കുള്ള സമ്മാനം ഇതാണ് എൻ്റേത്, ഇത് വെച്ചോളൂ, ഇത് കളയണ്ട എന്ന് ഒരു പ്ലാസ്റ്റിക് പൂവ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. മാഡത്തിന് എന്താ ഭ്രാന്തുണ്ടോ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്തെങ്കിലും കാശുമില്ലായിരുന്നെങ്കിൽ കൈ വെക്കായിരുന്നു. ഈ പൂ തന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാനാണ് എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ മാഡം എൻ്റെ കണ്ണിലേക്ക് നോക്കി. എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നത്? നീ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ കാര്യമായിട്ട് എന്ന് മാഡം വീണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല മാഡം, ഞാൻ ചുമ്മാ ഇങ്ങനെ ആലോചിച്ചു പോയതാ. ആ നിമിഷം മാഡം എന്നെ നോക്കി, നിൻ്റെ ഈ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം, കുറച്ച് ലുക്സ് ആവണം. ഈ പ്രായത്തിലുള്ള ആമ്പിളാരൊക്കെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഇതൊരുമാതിരി കുറേ ഒരു അലന്ന പിള്ളേരുടെ കണക്കുണ്ട് നിന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നൊക്കെ മാഡം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ശേഷം ഞാൻ പറഞ്ഞു, അതൊന്നുമില്ല മാഡം, ഞാനങ്ങനെ അധികം ഡ്രസ്സും കാര്യങ്ങളൊന്നും വാങ്ങിക്കാറില്ല. വീട്ടിലധികം ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ആ സമയം ഞാനത് പറയുമ്പോൾ മാഡം എന്നെ ഒന്നുകൂടി നോക്കി. നാളെ തന്നെ നമുക്ക് ഒരു ടെക്സ്റ്റൈലിൽ പോകാം, അപ്പോൾ നിനക്കുള്ള ഒരു സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാമല്ലോ, അപ്പം അതും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഒരു മൂളൽ പോലെ കേൾക്കുമ്പോഴും പെട്ടെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു, മാഡം ഹസ്ബൻഡ് ഒന്നും പറയില്ലേ ഇതിനെക്കുറിച്ച്? അത് ചോദിക്കുന്ന സമയത്ത് മാഡം ഒരു കണ്ണടിച്ച് കാണിച്ചു. നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി, ഞാൻ എന്ത് പറയുന്നു അത് കേട്ടോണം, അതാണ് നിൻ്റെ ഇവിടുത്തെ ഡ്യൂട്ടി. അല്ലാതെ എനിക്കെതിരെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടിച്ചു വിളിക്കളയും എന്ന് ഒരു പുഞ്ചിരിയോടെ ഒരു കളിയാക്കലോടെ മാഡം അത് പറഞ്ഞു. പെട്ടെന്ന് അത് കേട്ട സമയത്ത് എനിക്കൊരു ഉത്സാഹം പോലെ തോന്നി. മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പൊട്ടൽ പോലെ, എന്തോ ഒരു തണുപ്പ് പോലെ. ആ സമയത്ത് ഞാൻ മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം. ഒരു കളിയാക്കൽ പോലെ ആ മാഡം പറഞ്ഞിട്ടുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് പറഞ്ഞു, എന്തായാലും ഞാൻ കേട്ടുകൊള്ളാം, പിന്നെ മാഡം എന്താണെങ്കിലും എന്താണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മാത്രം മതി എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുമ്പോൾ മാഡത്തിനും ഒരു കോൺഫിഡൻസ് മനസ്സിലുള്ളതാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ആ ദിവസം രാത്രിയിൽ മാഡത്തിനോട് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മാഡം പതുക്കെ ഒന്ന് ഉറങ്ങി വന്നു തുടങ്ങി. പെട്ടെന്ന് ഞാൻ മാഡത്തിനെ തട്ടി വിളിച്ചു, മാഡം നിങ്ങൾക്ക് ഉറക്കം നല്ലതായിട്ട് വരുന്നുണ്ട് കേട്ടോ, നേരെ പോയി കിടന്ന് ഉറങ്ങുന്നതായിരിക്കും നല്ലത്, ഇനി ഇങ്ങനെയൊന്നും സംസാരിക്കാൻ വേണ്ട. അതുവരെ മാഡത്തിൻ്റെ അടുത്ത് ഒരു യജമാനൻ്റെ അടുത്ത് ഒരു വൃത്തിയിൽ നിൽക്കുന്നതൊക്കെ നിന്ന് ഞാൻ പെട്ടെന്നൊരു ഫ്രണ്ടിനെ പോലായി. ശേഷം മാഡത്തിനോട് ഞാൻ കാര്യം പറയുമ്പോൾ മാഡത്തിനും അത് വളരെയധികം ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി പോലെ എന്നെ ഫീൽ ചെയ്തു. ഞാനും ഒരു ഫ്രണ്ടിനെ പോലെ പെരുമാറുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് മാഡത്തിന് തോന്നിയത്.
പതുക്കെ പതുക്കെ മാഡത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നേരെ പോയി കിടന്നുറങ്ങിയേ, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മാഡം ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ തട്ടി വിളിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി നേരെ ബെഡിലേക്ക് കിടന്നു. മാഡം ആ സമയം നന്നായിട്ട് ഉറങ്ങാൻ തുടങ്ങി എന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കതകൊന്ന് ചാരിയ ശേഷം പുറത്തേക്കിറങ്ങി എൻ്റെ റൂമിലേക്ക് വന്നു. ആ നിമിഷം ഞാൻ കുറേ സമയം ചിന്തിച്ചു, മാഡം എന്തിനായിരിക്കും എനിക്ക് ഇത്രയും പരിഗണനയും കാര്യങ്ങളൊക്കെ തരുന്നത്? നാളെ എൻ്റെ അടുത്ത് ടെക്സ്റ്റൈൽസിൽ പോകാൻ പറയുന്നുണ്ട്, ഡ്രസ്സ് വാങ്ങിച്ചു തരാൻ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് തരുന്നുണ്ട്, രാത്രിയിൽ എന്നെ വിളിച്ച് ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും മാഡം എനിക്ക് ഇത്രയും ഒരു പ്രിഫറും കാര്യങ്ങളൊക്കെ തരുന്നത് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ച് ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ തൊട്ടടുത്ത ദിവസം രാവിലെ ആയപ്പോൾ മാഡത്തിന് ആ ഒരു കാര്യങ്ങൾ ഒരു ചിലപ്പം രാത്രിയിലെ കിക്കിൽ പറഞ്ഞതായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ, ചിലപ്പോൾ രാവിലെ ഒന്നും ഓർമ്മ തന്നെ കാണില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നും ആയിരുന്നില്ല. ആ സമയമായപ്പോൾ മാഡം എന്നെ ഇങ്ങോട്ട് തന്നെ വന്ന് വിളിച്ചു, ബാലു ഒന്ന് വന്നേ, നമുക്ക് ഇന്നലെ പറഞ്ഞ പോലെ നിനക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണ്ടേ, ഇങ്ങനെ ഇരുന്നാൽ മതിയോ എന്ന് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വിചാരിച്ചു മാഡം ചുമ്മാതെ ഇന്നലെ പറഞ്ഞതായിരിക്കും എന്ന്. പക്ഷേ ആ സമയം ഞാനെല്ലാം റെഡിയായി തന്നെ ഇറങ്ങി. ആ ടൈമിൽ തന്നെ മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് നീ ജോലിയും കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ഭക്ഷണമെല്ലാം പുറത്തുനിന്നാക്കാം. അങ്ങനെ ഞാനും മാഡം കൂടെ വണ്ടി കയറി. പെട്ടെന്ന് മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, ബാലു ഒരു കാര്യം ചെയ്യ്, ഇന്ന് നീ ഡ്രൈവ് ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് എന്നെ കൂടെ കൂട്ടിച്ചേർത്തു. ഞാൻ തൊട്ടടുത്തുള്ള സീറ്റിലിരുന്നു. ആ സമയത്ത് മാഡം ആയിരുന്നു ഡ്രൈവ് ചെയ്തത്. അങ്ങനെ പതുക്കെ പതുക്കെ മാഡത്തിനൊപ്പം ഞാനും യാത്ര തുടങ്ങി. ആ ഒരു സമയത്ത് ഒരുപാട് കാഴ്ചകൾ ഞാനിങ്ങനെ കണ്ടു. പെട്ടെന്ന് മാഡം എന്നിട്ട് ചോദിച്ചു, ബാലു എന്താ നീ നോക്കുന്നേ? ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് മാഡം എന്ന് പറയുമ്പോൾ, അങ്ങനെ നോക്കിയിരിക്കണം കേട്ടോ, അതിൽ പല കാഴ്ചകളും നീ കാണും എന്ന് പറഞ്ഞിട്ട് മാഡം എന്നെ ഒന്ന് കളിയാക്കി. കാരണം അതൊരു സിറ്റി ഏരിയ ആയിരുന്നു, അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പലതരത്തിലുള്ള രാജ്യക്കാരുമുണ്ട്. അങ്ങനെ കാശുകാരുടെ ഒരു കൂട്ടത്തിലെ ഒരു ടെക്സ്റ്റൈൽ മാളിലേക്കായിരുന്നു ഞാൻ ചെല്ലുന്നത്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ മാളിനുള്ളിലേക്ക് ആദ്യമായിട്ട് കയറുമ്പോൾ മാഡത്തിൻ്റെ കൂടായിരുന്നു ഞാൻ കയറുന്നത്. ആ സമയത്ത് മാഡം എന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ബാലു നീ എന്താ ഇങ്ങനെ വളരെ ഒരു ഹാപ്പി ഇല്ലാത്താണ് കയറുന്നത്? പെട്ടെന്ന് ഞാൻ പറഞ്ഞു, മാഡം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മാളിലൊക്കെ കയറുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പെട്ടെന്ന് ഞാനത് പറയുന്ന സമയത്ത് മാഡം എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നീ എൻ്റെ കൂടെ അല്ലേ വരുന്നത്, അതുകൊണ്ട് പ്രശ്നവും കാര്യങ്ങളൊന്നും തന്നെയില്ല, നീ എൻ്റെ കൂടെ ഇങ്ങനെ വന്നാൽ മാത്രം മതി എന്ന് മാത്രം മാഡം പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഷോപ്പിലേക്ക് കയറി. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു പേര് കാണുന്നത്. ഇങ്ങനൊരു ഷോപ്പ് നേരത്തെ ഞാൻ കണ്ടിട്ട് പോലില്ല, കാരണം എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരേ ഒരു ഷോപ്പ്. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അവിടെ പോയി എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ എടുക്കുന്ന സെലക്ഷനൊന്നും മാഡത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് മാഡം എൻ്റെ അടുത്തായിട്ട് വന്ന് പറഞ്ഞു, ഇതൊക്കെയാണോ നിനക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ? ഇതിനൊക്കെ ഒരുപാട് നല്ല സെലക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിലേതെങ്കിലും ഒന്ന് നിനക്ക് എടുത്തോടെ എന്ന് മാഡം എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മാഡത്തിന് നോക്കി നിന്നു. ചേട്ടാ ഏതെടുക്കണം എന്ന് കൺഫ്യൂഷനാണല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. പെട്ടെന്ന് മാഡം വളരെ രണ്ട് രീതിയിൽ എടുക്കാവുന്ന ഒരുടുപ്പ്, അത് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരെണ്ണത്തിൻ്റെ പുറത്തോട്ട് ഇടുന്നത് മലയാള സിനിമയിലൊക്കെ ആരൊക്കെയോ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ പാഷനുള്ളൊരു ഉടുപ്പ് അത് വായിച്ചെനിക്ക് തന്നു. ആ സമയത്ത് ഒരു ജീൻസിൻ്റെ പാൻറ്റും. ആ സമയത്ത് ഞാൻ മാഡത്തിനെ നോക്കിയിട്ട് ചോദിച്ചു, മാഡം ഇതിന് ഒരുപാട് പൈസ ആവില്ലേ എന്ന് പറയുമ്പോൾ മാഡം ഇങ്ങനെ തിരികെ, നീ അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, കാശിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനല്ലേ നോക്കുന്നത്, പിന്നെന്തിനാ നീ അത് ആലോചിച്ച് അറിയിടാവേണ്ട കാര്യങ്ങളൊക്കെ, നീ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് മാഡം ഒന്ന് കർഹിച്ച് ഒരു കലിപ്പോടെ പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ വായിച്ചു. ആ സമയത്ത് അതൊന്ന് ഇട്ട് നോക്കണം എന്നെനിക്ക് തോന്നിയിരുന്നു. പതുക്കെ പതുക്കെ ഞാനത് ഇട്ട് നോക്കാനായിട്ട് ട്രയൽ റൂമിലേക്ക് കയറുന്ന സമയത്ത് മാഡം അവിടേക്ക് വന്നു. എന്തായി നോക്കുന്നില്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാഡം ഒന്ന് ഇട്ട് നോക്കാനായിട്ട്. ഇട്ട് നോക്കട്ടെ, നീ നേരെ ഒരു കാര്യം ചെയ്യ്, നീ ട്രയൽ റൂമിലോട്ട് കയറ്, ഞാനിവിടെ നിൽക്കാം എന്ന് മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഇട്ടിട്ട് വരാം എന്ന് മാഡത്തിനോട് ഞാൻ പറയുന്ന സമയത്ത് മാഡം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അകത്ത് കയറി ആ ഒരു ഡ്രസ്സും കാര്യങ്ങളും ഒന്നിട്ടു. അത് എനിക്ക് നന്നായിട്ട് ഒരുപാട് ഫാഷനുള്ളതെന്നൊക്കെ തോന്നി. പുതിയൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ അല്ലേ,
നല്ല ഭംഗി തോന്നിയിരുന്നു. അങ്ങനെ അതും ഇട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് മാഡം എന്നെ അതിശയത്തോടെ നോക്കി. ആഹാ, ഇപ്പം നിന്റെ ലുക്കൊക്കെ മാറിയല്ലോ, നല്ല റിച്ച് ആയിട്ടുണ്ട് കേട്ടോ എന്ന് മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്ത് ഞാനൊരു നാണത്തോടെ മാഡത്തിനെ നോക്കി, ഒരു ചമ്മലോടെ മാഡത്തിനെ നോക്കുന്ന സമയത്ത് മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ സൂപ്പറായിട്ടുണ്ട്, ഞാൻ ഫോട്ടോ എടുത്തോട്ടെ എന്നിട്ട് എന്ന് മാഡം എൻ്റെ അടുത്ത് ചോദിച്ചു. ആ സമയത്ത് ഞാൻ എടുത്തോളാൻ പറഞ്ഞു. ആ ടൈമിൽ മാഡം എൻ്റെ 1-2 പിക്ചർ എടുത്തു. അപ്പോൾ ഞാൻ മാഡത്തിനോട് ചോദിച്ചു, മാഡത്തിൻ്റെ ഫോട്ടോസ് ഞാൻ എടുത്തായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പുതിയ ഡ്രസ്സൊന്നും അല്ലല്ലോ നിന്നെ പോലെ എന്ന് മാഡം കളിയാക്കി എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്ത് മാഡത്തിൻ്റെ ക്യാമറ വാങ്ങിച്ച് മാഡം സാരി എടുത്ത് നല്ല ഭംഗിയിലായിരുന്നു നിന്നത്. ഞാനും 2 ഫോട്ടോസ് എടുത്തു. ഇനി ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കേൾക്കാൻ ശ്രമിക്കുക. എല്ലാവരും ആ ഒരു സമയത്ത് തന്നെ ഇതേ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് നോക്കാൻ ശ്രമിക്കുക. അപ്പം ബൈ ബൈ.